എന്നോടായിരിക്കും അവൾ അവസാനമായിട്ട് സംസാരിച്ചത്. എന്ത് വേദന എടുത്ത് കാണും. പിന്നീടാണ് അറിഞ്ഞ് പെട്രോളോ എന്തോ അങ്ങനത്തെ എന്തോ സാധനം ഒഴിച്ചതാണ് ഇത്. അമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനത് അറിഞ്ഞില്ല. ഞാനും അറിഞ്ഞിട്ട് ഓടിപ്പോയിട്ട് എന്താ കാര്യം. പൊള്ളലേറ്റാണ്, ഷോർട്ട് സർക്യൂട്ടാണ്, അതാണ് പൊട്ടിയെന്നാണ് ആൾക്കാർ ആദ്യം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആയിരിക്കും. അപ്പം പിന്നെ പൊള്ളുകയല്ലേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യൂലല്ലോ എന്ന് പറഞ്ഞു. അവൾക്കാണ് 32 വയസ്സല്ലേ ആയുള്ളൂ. ഇത്രയും കൊല്ലം ജീവിക്കേണ്ടതാണ്. ദുഷ്ട ഇങ്ങനെ ചെയ്യുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, അമ്മ ഞങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണെന്ന് വെച്ചപ്പോൾ ദൂരെ എവിടെയോ സ്ഥലത്ത് വരെ അമ്പലത്തിൽ വെച്ചാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചേട്ടനെയും കുട്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ വരില്ല എന്ന് പറഞ്ഞു. ഞാൻ വന്നായിരുന്നു. പിന്നെ ഞാനും കൂടെ തന്നെ പോയിട്ട് തന്നെ ചെയ്തത്. അമ്പലത്തിൽ വെച്ച് മാലയുടെ ഒരു പവൻ്റെ താലിയൊക്കെ കെട്ടുകയൊക്കെ ചെയ്തു. അപ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ് അപ്പോഴും ഇവിടെ താമസമൊന്നുമില്ല. രണ്ടിടത്തായിട്ട് തന്നെ താമസം. അപ്പോൾ അവൻ 5 സെൻറ്റ് സ്ഥലമുണ്ട്, വീട് വയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വീട് വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എത്ര ചോദിച്ചാലും വീടിൻ്റെ പണി തീർന്നില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോഴൊക്കെ ഇവിടെ 7 കൊല്ലം കൊണ്ട് ഇവിടെ ജോലിക്കും പോവുക. അപ്പോൾ കുട്ടികളെ രാവിലെ അവൾ കൊണ്ടാക്കും, വണ്ടിയുണ്ട്. വൈകുന്നേരം ഞാൻ വിളിച്ചുകൊണ്ട് വരും. അങ്ങനെ അവിടെ താമസിക്കില്ല, പലരും ആഹാരം കഴിക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. ആ വീട്ടിൽ പോയി താമസിച്ചിട്ടുമില്ല, അവൻ ഇവിടെ താമസിച്ചിട്ടുമില്ല. ഇവരൊരു ബന്ധവുമില്ല. പിന്നെ ഇതിൻ്റെ ഭീകരത പിന്നെ അറിഞ്ഞത് ഇങ്ങനെ അടിക്കുകയും ഇതൊക്കെ ചെയ്യും. ഇവിടെ വീട്ടിൽ വന്നിട്ട് അടിക്കുകയൊന്നുമില്ല, ഓഫീസിലാണ് എല്ലാം അത് വേണ്ടത്. അവസാനം അവിടുത്തെ സാറ് കംപ്ലയിൻറ്റ് ചെയ്ത് ഇവിടെ വെച്ച് അങ്ങനെയൊന്നും പറ്റില്ല, വൈഷ്ണവ് അങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഒന്നുമില്ല എന്ന് പറയുമ്പോൾ പിന്നെയും അവൻ വന്ന് ഉപദ്രവിക്കും. ഈ ഉപദ്രവിക്കണമെന്നും എന്നോട് പറയുകയില്ല. ഇങ്ങനെ ഒരു ദിവസം അടിച്ച് ഇതായപ്പോഴാണ് ആ സാറ് കണ്ടിട്ടാണ് വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെയാണ് അപ്പോൾ ഇത്രയും കൊണ്ട് ഫോൺ അടിച്ച് പൊട്ടിച്ച് എന്നൊക്കെ പറഞ്ഞു. ഈ ഫോണിൻ്റെ പ്രശ്നം തന്നെ എന്തൊക്കെയോ ആ ഫോണൊന്നും എനിക്കതിനെ അറിഞ്ഞൂടാ. അപ്പോൾ പിന്നെ മൊബൈലിലുള്ള എന്തോ പ്രശ്നമാണ്. മെസ്സേജ് നോക്കി, മറ്റേ നോക്കി, മറിച്ചേ നോക്കി, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും തന്നെ. അപ്പോൾ ഇതിന് തൊട്ട് 2 മാസം മുമ്പേ പറയുകയാണ്, ഞാൻ എന്നെയും കൊല്ലും, ഞാനും ചാവുമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു പിന്നെ അതൊക്കെ ആൾക്കാർ പറയണ പോലെ ചെയ്യുകയാണ്, അതൊക്കെ വെറുതെ ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പോലീസ് സ്റ്റേഷനൊക്കെ വിളിച്ച ശേഷം അമ്മ ഇവിടെ ഇപ്പോൾ ഉപദ്രവമൊന്നുമില്ല, കാണാറില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ദിവസമാണ് കയറി വന്നിട്ട് പറഞ്ഞത്, പിന്നെ നീ 2025 കാണൂല, നീ അങ്ങനെ ഇരിക്കുകയൊന്നും വേണ്ട. അതിനിടയ്ക്ക് അവൾ ഡിവോഴ്സിന് നോട്ടീസ് കൊടുത്ത്, ഡിവോഴ്സിന് അവിടെ വക്കീലിനെ കൊണ്ട് അഞ്ചീരെന്താ ഇതിന് ഓണം കഴിഞ്ഞിട്ട് ഡിവോഴ്സ് നോട്ടീസ് കിട്ടേണ്ടതാണ്. പേടിയാണ്. ഞങ്ങളിവിടെ അങ്ങനെ ആരുമില്ല, മോനുമില്ല, അവളല്ലേ കുട്ടികളെയും കൊണ്ട് പോകണത്, ഇനി കുട്ടികളെ എന്തെങ്കിലും ചെയ്യുമോ അങ്ങനെയൊക്കെ എനിക്ക് പേടിയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു വഴക്കിനൊന്നും പോകണ്ടെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഒതുങ്ങിയാണ് വെച്ചത്. പക്ഷേ ഇവൻ വൈരാഗ്യം വെച്ചും കൊണ്ട് കുറച്ച് ലഹരിയൊക്കെ ഉപയോഗിക്കും. മദ്യപാനിയാണോ? അതെ, മദ്യപാനിയല്ല, വേറെ എന്തോ ഉണ്ടല്ലോ, കഞ്ചാവോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഉണ്ട്. ഞാൻ ഈസ്റ്റോട്ട് പോയിട്ട് വരുമ്പോൾ ഈ ഓഫീസാണെന്ന് അറിഞ്ഞില്ല. അപ്പുറത്ത് പാപ്പനം കൊണ്ട് ജംഗ്ഷൻ കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് തീ പിടിക്കുന്നത്. ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്നോട്ട് ഇപ്പുറത്തെ പെണ്ണുങ്ങൾ പറഞ്ഞു ഇവിടെ പാപ്പനം കൊണ്ട് തീ പിടുത്തമെന്ന് പറഞ്ഞു. ഇവിടെ ഓഫീസാണെന്ന് ഞാൻ കണ്ടില്ല. ആ സിഗ്നൽ കഴിഞ്ഞ് അങ്ങ് താഴോട്ട് ഇറങ്ങി. ഓട്ടോയിലാണെങ്കിൽ ഞാൻ അപ്പോഴും ഇറങ്ങി നോക്കിയായിരുന്നു. ഫാസ്റ്റിലാണ് കയറിയത്. അപ്പോൾ ഇവിടെ കാരക്കമുണ്ടോ അവിടെ ഇറങ്ങാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഫോണിൽ ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ തീ കത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചപ്പോൾ ഫോൺ എല്ലാം ഓഫായി. അപ്പോൾ പിന്നെ വന്നിട്ട് വിളിച്ചപ്പം പിന്നെ അവൻ വന്ന് അവിടെ വന്നിട്ട് പറഞ്ഞു, അമ്മ ഇങ്ങനെ വീണ എന്നാണ് വിളിക്കുന്നത്. വീട്ടിൽ വീണയാണോ തോന്നുന്നു, ആരെയൊക്കെയോ കൊണ്ടുപോയിരിക്കണം അമ്മ പൊള്ളലേറ്റിട്ടെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ നിയന്ത്രണം ഒന്നും ഇല്ല, അത്ര ആരും ഇല്ലായിരുന്നു, അന്ന് കസ്റ്റമറൊന്നുമില്ല. ഇവൻ മാത്രം കയറി പോകുന്നത് കണ്ട് പിന്നെ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് പറയണത്. അതിന് മുമ്പേ രാവിലെ വഴക്കുണ്ടാക്കിയിരുന്നു പറഞ്ഞ് അവിടെ ഭയങ്കര ബഹളമായിരുന്നു. എന്നാൽ അപ്പോൾ പോലും അവനെ ഒന്ന് വിളിച്ച് പറഞ്ഞെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകുമായിരുന്നു. ഞാൻ ഈസ്റ്റ് പോട്ട് വേറൊരു ആവശ്യമായിട്ട് പോയിട്ട് വരുമായിരുന്നു. അവൾക്ക് എന്തൊക്കെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവൾ ഒറ്റ ഒരു സ്റ്റാഫാണ്. ചെറിയൊരു ഇത്രയും കൂടെ ഇല്ല, ഇത്രയുള്ള മുറിയുള്ളൂ. അത് കബോർഡ് തുറന്ന് ഉറങ്ങാം. അപ്പോൾ അതിൻ്റെ പുറത്ത് കയറി അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റില്ല. 2 അലമാരയും വെച്ചിട്ട് എന്ത് ചെയ്താലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറങ്ങി ഓടാനോ ഒന്നിനും പറ്റില്ല. ഇന്ന് കുട്ടികളുടെ കാര്യം ഇനിയിപ്പോൾ ഭയങ്കര കഷ്ടം. അവർക്ക് അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. ഞാൻ തന്നെ എത്ര കാലം നോക്കും. മൂത്തത് 6ലും ഇളയത് 5ലുമാണ് പഠിക്കുന്നത്.
പിന്നെ എനിക്ക് കുട്ടികളുടെ കാര്യം മാത്രമാണ്. അവരൊക്കെ എന്ത് ചെയ്യും, എന്തൊക്കെ പ്രതീക്ഷയോടെ വളർത്തിയതായിരിക്കും അവൾ വളർത്തുന്ന പോലെ എനിക്ക് വളർത്താൻ പറ്റുമോ? അത് സ്വന്തമായിട്ടൊരു വീടില്ല, അല്ലെങ്കിൽ ഇത്രയും മോന് ഇനി എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. ഇത് 6,000 രൂപ വാടക കൊടുക്കണം, പിന്നെ ചിലവ് കഴിയണം. ഇത്രയും കൊല്ലം കൊണ്ട് വീടില്ലാണ്ട് നടക്കണം. വീടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ബാക്കിയുള്ള പൈസയെങ്കിലും എന്തിനെങ്കിലുമൊക്കെ ചിലവാക്കാമെന്ന് വിചാരിച്ചു. അത് വാടകയ്ക്കാകുമ്പോൾ വാടക കൊടുത്തല്ലേ പറ്റുള്ളൂ. എവിടെയൊക്കെ അപേക്ഷ കൊടുത്തു വാടക, മറ്റേ ലൈഫ് മിഷൻ്റെ കൊടുത്തു, ഒന്നും ആയില്ല എന്ന് പറഞ്ഞു. ഞാനൊരു വിധവയായോട് ഞങ്ങൾക്ക് മുൻഗണന എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യമേ കൊടുത്തത്. അപ്പം അതും ഇല്ല, അതൊന്നും തീരുമാനിച്ചില്ല. 4 കൊല്ലം കൊണ്ട് അത് തുടങ്ങിയ സമയത്ത് ഞാൻ കൊടുത്തതാണ് പഞ്ചായത്തിൽ. അന്വേഷിക്കുമ്പോൾ പറയും പഞ്ചായത്തിൽ സ്ഥലമില്ല. ഞങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ഞങ്ങൾ വീട് വയ്ക്കാത്ത പൈസ തരാമെന്ന്. സ്ഥലം ഉണ്ടെങ്കിൽ ഇപ്പം ഞങ്ങൾ തന്നെ വീട് എങ്ങനെയെങ്കിലും വെക്കൂലേ. അതൊന്നും തീരുമാനമൊന്നും ആയില്ല. പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികളെ വളർത്തണമെന്നും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സ്കൂളിൽ മാത്രം കൊണ്ടാക്കി വരികയും മതിയെ പോരല്ല, പിന്നെ അതെല്ലാം കാര്യങ്ങൾ ചെയ്യണം. ഇനി അങ്ങോട്ട് വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനും ഒരു വഴിയും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. മോനാണെങ്കിലും കല്യാണം കഴിയാത്തതുകൊണ്ട് ഇപ്പം വീടൊക്കെ നോക്കണത്. പിന്നെ കല്യാണം കഴിയില്ല. അപ്പോൾ മറക്കാൻ പറ്റില്ല. കിടന്ന് ഇത് വൈകരഞ്ഞ് തളർന്ന് 4 ദിവസം കൊണ്ട് ഇപ്പോഴാണ് എണീറ്റൊക്കെ ഓരോന്നും. ഒരു കിടക്കുമ്പോൾ അവർക്കും കൂടെ സങ്കടമാവും. കൂടെ വന്നിട്ട് ഒന്ന് കിടന്നിട്ട്